സന, താങ്ക്സ്. ഓ, ഇതെന്തൊരു മഴയാടാ. സുനാമി അടിക്കാനുള്ള ഇങ്ങനെ മഴ ഇല്ലാത്ത മഴയാണല്ലോടാ ഇത്. ഇവനൊക്കെ വേണ്ടി നമ്മൾ പനി പിടിച്ച് ആവണം. നമ്പർ ചെയ്യുന്നേ തരടാ, ഞാൻ നിനക്ക് മെസ്സേജ് പറയണേ. ഓക്കെ, ഒരു താങ്ക്സ് പറയടാ. എന്തിന്? 20,000 രൂപയുടെ മൊബൈലാണ് പോയത്. ഒന്ന് പോടാ. ഇത് സർവീസ് ചാർജാടാ. കാര്യം കഴിഞ്ഞ വഴിക്ക് ചേട്ടനൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ എല്ലാം വെറുതെ. ഓ മൈ ഡിയർ ബേബി, എന്ത് മെസ്സേജ് അയച്ചിരിക്കുന്നേ ബേബി? നിന്റെ ഫോണിലെ ആ മടയൻ മെസ്സേജ് അയച്ചിരിക്കുന്നു ഡാർലിംഗ്. നീ പോലീസിനെ വിളിച്ചേക്ക്. അയ്യോ, അടിക്കല്ലേ. അയ്യോ സാറേ, അയ്യോ, അയ്യോ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിന്റെ ബാക്ക് ഒരു വഴിയാവുന്നു. പക്ഷെ ഇത്രയൊക്കെ ആവുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മതി മതി, ഒന്ന് നിർത്ത്. ഇരുന്നാൽ നിൽക്കാൻ പറ്റുന്നില്ല, നിന്നാൽ ഇരിക്കാനും പറ്റുന്നില്ല. അയ്യോ. എടാ, ലാലിനെ കണ്ടില്ല എങ്ങനെ ഒടുങ്ങി കുത്തി ഇരിക്കുന്നത്? എന്തിനാടാ നീ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? ഒന്ന് പോളിഷ് ചെയ്താടാ, പോളിഷ്. ഓ, പറ്റിച്ചോ അവള് നിന്നെ? ഒരു മിനിറ്റ്, ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കണം. ഇവനെ കൊണ്ട് ഇരുന്നാ നിൽക്കാൻ പറ്റില്ല, നിന്നാലോ ഇരിക്കാനും പറ്റില്ല. ഒരേ ഒരു മെസ്സേജ് ചെയ്തതിനു വേണ്ടി പോലീസ് ഇവനെ പട്ടി ചതയ്ക്കുന്ന പോലെ ചതച്ചിരിക്കുകയാണ്. വിടില്ല വിടില്ല, ഞാൻ നിന്നെ തീർച്ചയായും വിടില്ല. ഞാൻ നിന്നെ പ്രേമിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ച് പാർക്കെല്ലാം ചുറ്റി എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയില്ലെങ്കിൽ ഞാൻ ആ ബൈൽവാൻ ബാബുവിന്റെ മകനെ അല്ല. ഇത് എന്റെ പ്രതിജ്ഞയാണ്. ഞാൻ ജയിച്ചു കാണിക്കും. എന്തിന്? നീ തോറ്റുപോയില്ലേ അതിന് ഞാൻ ട്രൈ ചെയ്യാൻ പോവുക. ചേട്ടൻ ഹെൽമെറ്റോടൊപ്പം റെഡി ആയിരിക്കുകയാണ്. ആന്റി എത്തി, വേഗം വന്ന് വളച്ചു പിടിക്കടാ. നിക്കടി, അവളുടെ ഒരു മാല. അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ. ആന്റി, നിങ്ങളുടെ മാലയ്ക്ക് ഞാൻ ഗ്യാരണ്ടി. അവരങ്ങോട്ടാണ് ഓടിയത്. എടാ പണിപാളി, ഇതേ പോലീസ്. കള്ളൻ സാർ, കള്ളൻ കള്ളൻ. സതീഷേ, രക്ഷപ്പെട്ടോ? എടാ, അയ്യോ സാർ, ഒന്നും പറ്റില്ലല്ലോ സാർ. ഇടത്തോട് പോയോ സാർ? ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ സാർ വന്നത്? സാർ, പോലീസായി എപ്പോഴും റൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ റൈറ്റിലേക്ക് തന്നെ പോകും. റൈറ്റിലേക്ക് പോയി ലെഫ്റ്റിലേക്ക് പോകുന്ന അറിയില്ലല്ലോ. നിങ്ങൾ ഇവിടെ ആയിരുന്നോ? നിങ്ങളൊരു പക്ഷെ പോലീസിന്റെ കയ്യിൽ പെട്ടിരുന്നെങ്കിലേ നിങ്ങളെ തല്ലി ചായച്ചേനെ. ഒന്ന് വാടാ. എത്തി. മോഷ്ടിക്കുമ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കൂലേ? പിന്നെ ജ്യോതിഷം കൂടെ നോക്കിട്ട് പോകും. പെട്ടിരുന്നെങ്കിലേ നമ്മളെല്ലാരും കമ്പി അണേനെ, നിന്നെയാണെങ്കിൽ കഷ്ണമായിട്ട് കൊത്തി ഇറങ്ങിയേനെ. എനിക്കതൊന്നും വേണ്ടെന്നേ. ആ ചെയിൻ തന്നാലേ ഞാൻ എന്റെ അമ്മയമ്മയുടെ അടുത്ത് കൊണ്ടേ കൊടുത്ത് ഞാൻ അവരെ ഹാപ്പി ആക്കും. എന്റെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക. നീ എന്റെ കയ്യിൽ കുടുങ്ങി സന. താങ്ക് യു ഗൈസ്. അയ്യോ, എന്റെ മാല എന്തായോ എന്തോ. എന്ത് പറ്റി? എന്റെ മാല കിട്ടിയോ?
അയ്യോ എന്റെ ചെയിൻ ഇനി തരൂ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ആന്റി. ബൈ. ആന്റി മാർക്കറ്റിലേക്കാണോ പോകുന്നത്? വീണ്ടും വരെ വന്നാലോ? ഓ ശരിയാ, കൂടെ വരാമോ? തീർച്ചയായും ആന്റി. താങ്ക് യു. വരൂ ആന്റി, നമുക്ക് പോകാം. നിന്റെ സ്ഥലം ഏതാ? ഇവിടെ തന്നെ ആന്റി. ഓ അതെയോ. നമ്മുടെ ഡേവിഡിന്റെ പ്ലാന് വളരെ ഡിഫറെന്റ് ആണ്. അവൻ മകൾക്ക് പകരം അവളുടെ അമ്മയാണ് ആദ്യം വളച്ചെടുത്തത്. ആന്റി, സനിയോടൊപ്പം ഇതുപോലെ ഒരു ഫോട്ടോ എടുത്താലോ? ആന്റി, നിങ്ങളും കൂടെ ഉണ്ടാവണമെന്നേ. ഓ മൈ ലോർഡ്, സേവിങ് മൈ ലവ്. കഥവെന്തിനാ പുറത്തു നിന്ന് കുറ്റിയിടുന്നേ? ആന്റി, അത്രയൊക്കെ ഉള്ളടാ നമ്മുടെ ജീവിതം. ഡേവിഡ്, നേരം വിളിക്കുമ്പോ ആർക്കാടാ ഗിഫ്റ്റ് പറ്റ്? എന്റെ ആന്റിക്കാ. നിനക്ക് ഇതിനെ വട്ടാണോ? ആ പെണ്ണിനെ വിളക്കാൻ പറഞ്ഞപ്പോ നീ ആന്റിയെ വിളക്കാൻ നോക്കണം. ഇന്ന് എന്റെ ആന്റിയുടെ ബർത്ത്ഡേ ആണ്. ഈ ഗിഫ്റ്റ് അവർക്കുള്ളതാണ്. അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് സനയ്ക്കും കൊടുക്കും. മക്കളെ, ഫീൽ ചെയ്യാൻ തയ്യാറായിക്കോളൂ. നമ്മൾ എന്തിനാടാ ഫീൽ ചെയ്യുന്നത്? അവൻ തന്നെ ഫീൽ ചെയ്യാൻ പോവല്ലേ. അവൻ ഓരോരുത്തന്റെ ഒക്കെ തലയിൽ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിയാം? ആരാ നിങ്ങൾ? ഇന്ന് ആന്റിയുടെ ബർത്ത്ഡേ അല്ലേ? ആന്റിയാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. പാർട്ടി തുടങ്ങുന്നത് സന്ധ്യക്കാണ്. ഓ, വൈകുന്നേരമായിരുന്നോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, വൈകുന്നേരം വരെയും ആന്റിക്ക് ഒരു കമ്പനി കൊടുത്താലോ? കമ്പനി? വരൂ. വലതുകാലം എടുത്ത് വെച്ച് അകത്തേക്ക് വരട്ടെ. താങ്ക് യു വെരി മച്ച്. എന്റെ ദൈവമേ, ഇവനെന്തെങ്ങനെ ഹെൽമെറ്റ് ഇട്ടു വരുന്നേ? ഷോ. ഓ ഡേവിഡ്, വാ വന്നിരിക്കെ. താങ്ക് യു ആന്റി. ഇതാണ് എന്റെ മോള് സന. ഹായ്. ഇവനും ഇവിടെ തന്നെ ഉള്ളതാ. ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ, അന്നെന്റെ ചെയിൻ മോഷ്ടിക്കാൻ വന്നപ്പോൾ ഒരു പയ്യൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് എന്റെ ചെയിൻ തിരിച്ചു കൊണ്ട് തന്നെന്ന്. അതിവനാ. ഓഹോ, താങ്ക് യു ബ്രദർ. എനിക്ക് കുറെ നാളായി ഒരു സംശയമുണ്ട്. നിങ്ങൾ എന്തിനാ എപ്പോഴും ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നേ ചേട്ടാ? ഒരു ഹെൽമെറ്റ്. ആരാടാത്? ചേട്ടാ 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 ചേട്ടാ, അവന്മാരെന്നെ അവന്മാരെന്നെ. നീ വേണ്ടാതിരിക്കെ, ഇവന്മാരൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡേയ് ബാബു ചേട്ടാ, നിനക്കും ഈ പ്രശ്നത്തിന് ഒരു ബന്ധവുമില്ല. സൈലന്റ് ആയിട്ട് ഒതുങ്ങി പൊക്കോ. ഈ ബാബാ ചേട്ടന്റെ ദേഹത്ത് ആരെങ്കിലും കൈവയ്ക്കാൻ ശ്രമിച്ചാലേ പിന്നെ ഒരുത്തന് ഈ ഭൂമുഖത്ത് ജീവനോടെ ജീവിക്കുന്നുണ്ടാവില്ല. അവന്റെ കൂടെ നിന്നെയും കൂടി ചേർത്ത് ഞങ്ങളിപ്പോ പരലോകത്ത് കഴിക്കാൻ പോവാ.